അള്ളാഹുവിന്റെ റസൂലെ ഇല്ലം തകുൻ താങ്കളില്ല എങ്കിൽ, ഫിൽ മആദി പരലോകത്ത് താങ്കളില്ല എങ്കിൽ, ആഖിദൻ ബിയദി എന്റെ കൈപിടിക്കാൻ താങ്കളില്ല എങ്കിൽ, നബിയെ താങ്കൾ എന്റെ കൈപിടിച്ചിട്ടില്ല എങ്കിൽ എന്റെ കഥ എന്താണ്? ഫദ്ലൻ വ ഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി, അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് ഔദാര്യമായി എന്നെ സഹായിച്ചിട്ടില്ല എങ്കിൽ എന്റെ കാര്യം കഷ്ടത്തിലാണ്. ഇത് ശിർക്കല്ല എങ്കിൽ, പരലോകത്ത് റസൂലുള്ള കൈപിടിച്ചിട്ടില്ലെങ്കിൽ എന്റെ കാര്യം കഷ്ടത്തിലാണ് എന്ന് പറയുന്ന ഈ വാക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കലല്ല എങ്കിൽ സഹോദര എന്താണ് ഇനി ശിർക്ക്? ഇത് ശിർക്കല്ല എങ്കിൽ, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കല്ല എങ്കിൽ പിന്നെന്താണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കായി ഉള്ളത്? ഇത് ഷിർക്കാണെന്ന് പറയുന്നത് ഖിരിക്കാൻ. എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? ഇതിൽ ഇദ്ദേഹം പറയുന്നത് പോലെ സംബോധനയുടെ വാക്കല്ലാതെ തേർഡ് പേഴ്സൺ ആയിട്ടാണ് മുമ്പുള്ള കവിതകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി സംബോധനയാണെങ്കിൽ പോലും അത് ഷിർക്കാവില്ല എന്നുള്ളത് അടുത്ത കാര്യം. ഇല്ലം യക്കുൻ ഫി മആദി ആഖിദൻ ബിയദി ഫദ്ലൻ വ ഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി, അള്ളാഹുവിന്റെ റസൂൽ പരലോകത്തിന്റെ കൈ പിടിച്ചില്ലെങ്കിൽ ഞാൻ അപകടത്തിലായി പോകും എന്ന് പറയുന്നതിൽ എന്ത് ഷിർക്കാണുള്ളത്? ഇവർക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എന്തറിയാം? എത്ര ഘട്ടങ്ങളുടെ മുഴുവൻ മനുഷ്യകുലവും നബിമാരടക്കം ഭയന്നു പോവുകയും എല്ലാവരും അള്ളാഹുവിന്റെ റസൂലിനെ സമീപിക്കുകയും അവസാനം അള്ളാഹുവിന്റെ റസൂൽ സുജൂദിലായിട്ട് പ്രത്യേകമായ സ്തുതിയുടെ വചനങ്ങൾ പറയുകയും ഇഷ്ഫ തുഷഫ, നബിയെ ശുപാർശ ചെയ്യൂ, ഞാൻ സ്വീകരിക്കാം, ചോദിക്കൂ, നൽകാം എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ ശുപാർശ ചെയ്തിട്ടാണ് വിചാരണ ആരംഭിക്കൂ. പല ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ ഇല്ലെങ്കിൽ ഞാൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് ശിരിക്കാനുള്ളത്? ഇനി ഇത് സംബോധനയാണെന്ന് കരുതാം. സംബോധനയാണെങ്കിൽ പോലും അതെങ്ങനെ? അത് വർണ്ണിക്കലല്ലേ? കവിതയുടെ ഭാഷയിൽ അത് വർണ്ണിച്ചതാണ്. എന്നു മാത്രമല്ല, ഇവരെ കൂടെയുള്ള ഗ്രൂപ്പിന്റെ വിശ്വാസപ്രകാരം ഖബറിന്റെ അടുത്ത് പോയിട്ട് ഷഫാഅത്ത് തേടിയാൽ പോലും ശിർക്കല്ല. കാഞ്ഞങ്ങാട് മുഖാമുഖത്തിൽ ഇവരുടെ മുഖാമുഖ വീരൻ ഫൈസൽ മുസ്ലിയാർ ഒരു കളവും പറയാൻ മടിയില്ലാത്ത ആളാണ്. അദ്ദേഹം പറഞ്ഞതാണ് കാഞ്ഞങ്ങാട് വെച്ച് ഖബറിനടുത്ത് ഷഫാഅത്ത് തേടിയാൽ ശിർക്കല്ല. ഇത് തേട്ടമായിട്ട് പോലും കാണേണ്ടതില്ല. ഇല്ലം യക്കുൻ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഇനി സംബോധനയുടെ പദമാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ എന്നെ കൈപിടിച്ച് സഹായിച്ചില്ലെങ്കിൽ ഞാൻ അപകടത്തിലായി പോകും എന്ന് പറഞ്ഞാൽ എന്ത് ശിർക്കാണ് അതിലുള്ളത്? ഒന്നാമത്തെ സംഗതി, ഖബറിനടുത്ത് ഷഫാഅത്ത് തേട്ടം പോലും ശിർക്കല്ല എന്ന് ഒരു കൂട്ടം വഹാബികൾ പറയുമ്പം ഈ വർണ്ണന എങ്ങനെ ശിർക്കാകും? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഫത്വകൾ വായിച്ചൂടെ? ഇത് ബുർദയിലുള്ള വരിയാണല്ലോ. ബുർദയിലുള്ള ഈ വരിയെ അദ്ദേഹം ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിനേക്കാൾ വലുത്, ഇതിനേക്കാൾ അടുത്ത അധ്യായത്തിലുണ്ട്. ഇതിപ്പോൾ തവസ്സുൽ എന്ന് പറയുന്ന അധ്യായമാണ്. അടുത്തത് നബിതങ്ങളുടെ നേരിട്ട് സംബോധന ചെയ്യുന്ന വരികൾ വരുന്നതുണ്ട്. അതിനെക്കുറിച്ച് പോലും അദ്ദേഹം നിരുപാധികം ഷിർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊന്ന് വായിച്ച് പറഞ്ഞേരും ഇവിടെ. അതോ ഇന്ന അർത്ഥത്തിലാണെങ്കിൽ മാത്രമേ ഷിർക്ക് എന്നാണോ പറഞ്ഞിട്ടുള്ളത്? ഇവരിങ്ങനെ വേണ്ടാതെ ശിർക്ക് പറഞ്ഞു അവസാനം